ഇന്നില്ലേ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പുട്ടും മുട്ടക്കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുട്ടക്കറിയുടെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യട്ടെ. എല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഉമ്മിച്ചിത്തെ തേങ്ങ ചിരവുന്നുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ പുതിയ മിക്സിയുടെ ഉദ്ഘാടനമായിരുന്നു കേട്ടോ. അങ്ങനത്തെ ചീനിച്ചട്ടി വെച്ച് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഉപ്പ് തിരുമ്മി വെച്ചിരുന്ന സവോളയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഏലക്ക ഇട്ടില്ലല്ലോ എന്ന് ഓർക്കണം. അങ്ങനെ 2-3 ഏലക്കയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അതൊന്ന് വഴണ്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും തക്കാളിയും കൂടി ഇട്ട് കൊടുത്തു. അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നടുക്കൊരു കുഴി ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞപ്പൊടി, മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് എല്ലാ ഭാഗത്തേക്ക് എത്താൻ പാകത്തിന് ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുകയാണ്. അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ടൊന്ന് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാറ് എന്തോരം വേണോ അതിനാവശ്യത്തിനനുസരിച്ച് തേങ്ങാപ്പാൽ എടുക്കുക. ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, ചിലപ്പോൾ ഈ തേങ്ങാപ്പാലിന് പകരം നമ്മുടെ സാധാ പാലില്ലേ, ചായ ഉണ്ടാക്കുന്ന പാല്, അത് ഒഴിക്കാറുണ്ട് കേട്ടോ. പക്ഷെ അത് കുറച്ചൊക്കെ ഉണ്ടാക്കാനേ പറ്റുള്ളൂ, അല്ലാതെ കൂടുതൽ ഉണ്ടാക്കുന്നത് നഷ്ടമാണല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ചുണ്ടാക്കുന്ന സമയത്ത് ആ പാലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒന്ന് താളിച്ചൊഴിക്കുകയാണെ. ഈ താളിച്ചൊഴിക്കുന്ന സമയത്ത് എന്തോ ഒന്ന് മിസ്സായാലോ എന്ന് വിചാരിച്ചു. മറ്റേ വറ്റൽമുളകായിരുന്നു കേട്ടോ, അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഉലുവയും അതുപോലെ ചെറിയുള്ളിയും പിന്നെന്താണ് കറിവേപ്പില ഇട്ട് താളിച്ചു.